VSWR ആൻഡ് ഫ്രീക്വൻസി മെഷർമെൻറ്റ്. ഫസ്റ്റ് മോഡുലേഷന് AM-ൽ ഇടണം, എന്നിട്ട് അടുത്ത ബീം ഇതും സെറ്റ് ചെയ്യണം. ബീം വോൾട്ടേജ് എന്ന് പറയുമ്പം 281 ഇടണം, 280 റേഞ്ച്. ഇതും ഇതായിരിക്കണേ, പ്രസ് ആയിരിക്കണം, ഓൺ ആയിരിക്കണം. എന്നിട്ടൊരു 280-നും 300-നും ഇടയിലിടാനാണ് പറഞ്ഞത്. 280 ഇടാം. എന്നിട്ടടുത്ത കറണ്ട് നോക്കണം, കറണ്ട് അതും ഒരു 15-നും 20-നും ഇടയിലിടാനാണ് പറഞ്ഞത്. അപ്പം 15 മതി. എന്നിട്ടിനിയും റിപ്പല്ലർ വോൾട്ടേജ്, ഇതാ റിപ്പല്ലർ വോൾട്ടേജ്. അതിന് മുമ്പത് CROയിൽ നോക്കണം. CROയിൽ കറക്റ്റ് ഒരു സ്ക്വയർ വേവ് കിട്ടുന്ന രീതിയിൽ ഈ റിപ്പല്ലർ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യണം. CROയിൽ കറക്റ്റ് സ്ക്വയർ വേവ് കിട്ടുന്ന രീതിയിൽ റിപ്പല്ലർ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ മാക്സിമം ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു. ഒരു സ്ക്വയർ വേവ് വന്നു. ഇനിയുള്ളത് ഫ്രീക്വൻസി മീറ്റർ തിരിക്കണം. അന്നേരം ആ സ്ക്വയർ വേവിനൊരു ഡിപ്പ് ഉണ്ടാവും. ആ ഡിപ്പ് ഉണ്ടാകുന്ന ഫ്രീക്വൻസി എത്ര ആണെന്ന് നോക്കണം. അപ്പോൾ ഇത് തിരിക്കാൻ പോവുക. കറക്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ വേവ് എടുത്ത് ഇത് ആദ്യം മാക്സിമത്തിൽ ഇടണം, മിനിമത്തിൽ ഇടണം. അത് ശ്രദ്ധിച്ചില്ല. സ്ക്വയർ വേവ് ആവില്ലേ? എന്നിട്ടാണ് ഇത് തിരിക്കാൻ. ഈ ഒരു ഫ്രീക്വൻസി ആയപ്പോഴായിരുന്നു അതിനൊരു ഇത് വന്നത്, ഡിപ്പ് വന്നത്. ഇപ്പോൾ തിരിച്ചപ്പം നമ്മളത് ചേഞ്ചായി. ഈ ഫ്രീക്വൻസിയാണ് എടുക്കാൻ. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഈ രണ്ട് ബ്രൗണിൻ്റെ ഇടയ്ക്ക് ഈ റെഡ് വരെ മുട്ടുന്ന സ്ഥലം. അതിപ്പം 9.4 അതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പം അത്രയും GHz. അപ്പം ഫസ്റ്റ് ഈ ഫ്രീക്വൻസി ഒന്ന് എഴുതി വെക്കണം. ഇതിൽ കാണുന്ന ഈ ആംപ്ലിറ്റ്യൂഡ് എഴുതി വെക്കണം. ഇതാണ് ഈ മാക്സ് എന്ന് പറഞ്ഞ സാധനം, ആംപ്ലിറ്റ്യൂഡ് മില്ലി വോൾട്ട്. അത് രണ്ട് മാർക്ക് ചെയ്ത് വെക്കുക. പോസ് ചെയ്യും. ഇനി ഇത് നീക്കി തുടങ്ങണം. ഇതിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു മാക്സിമം വാല്യൂ കാണിക്കും. അവിടെ വെച്ച് നിർത്തണം. നേരത്തെ നമുക്ക് എത്ര 120 എങ്ങാണ്ടായിരുന്നു. അതിന് ഇപ്പോൾ കൂടും. നേരത്തെ 120 ആ, ഇപ്പോൾ കുറയുമല്ലേ? ഇതല്ലേ നോക്കിയത്? ആണ്. കണ്ട് ഇപ്പോൾ ഏകദേശം 160 വന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ 160 കുറയത്തേ ഉള്ളൂ. ഇപ്പം 160 നമ്മൾ എടുക്കണം. 160 വന്നായിരുന്നു. അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം ഉള്ള സാധനം 152 വരെ വന്നു. 152. അപ്പം മാക്സിമം ഉള്ളത് 152 എടുക്കണം.
56 56 അത് 120. 156 മില്ലി വോൾട്ട്. ഇത് മാക്സിമം. ഇനി ആ 156-ന് കറക്റ്റായിട്ടുള്ള ഈ ഡിസ്റ്റൻസ് നോക്കണം. ഡിസ്റ്റൻസ് നോക്കാമെന്ന് വെച്ചാൽ ഈ സീറോ ഇല്ലേ, ഈ സീറോയുടെ ലൈന് ഇവിടുത്തെ ഏത് ലൈനുമായിട്ട് നേർക്ക് വരുന്നത് നോക്കണം. അപ്പം 6, 7, 8, 8.8 നേർക്കാണ് ആ സീറോയുടെ ലൈൻ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പം ഇതിൻ്റെ നേർക്ക് 8.8 എന്ന് എഴുതണം. അപ്പം ഇത് കഴിഞ്ഞു, ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞു. ഇനി ഇത് വീണ്ടും തിരിക്കുക. ഇനിയും കുറയുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം മാക്സിമം എടുത്ത് ഇനി എടുക്കാൻ പോകുന്ന മിനിമം. വന്നു അങ്ങോട്ട് ഇനിയും കൂടുക. അപ്പോൾ 51 മിനിമം. 51 മില്ലി വോൾട്ട് ആ മാക്സ്. ഏറ്റവും കുറവ് 51 മില്ലി വോൾട്ട്. ഇനി അതിൻ്റെ റീഡിങ് എടുക്കുക. അപ്പോൾ സീറോയുടെ നേർക്കെന്ന് പറയുന്നത് 9.8. ഇനി വീണ്ടും തിരിക്കുക. അടുത്ത വീണ്ടും മാക്സിമം മിനിമം അങ്ങനെ കണക്ക്. രണ്ടരല്ലേ 6 പോകണല്ലേ. ഇപ്പോൾ വന്ന് 152 മാക്സിമം ആണേ. അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കണം. 11.1. ഇനി വീണ്ടും തിരിക്കണം. അടുത്ത മിനിമം 51 വീണ്ടും ഡിസ്റ്റൻസ് എടുക്കുക. 12.1. ഇങ്ങനത്തെ ഇങ്ങനെ മിനിമം ഇത്ര റീഡിങ്ങെങ്കിലും വേണം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി മൊത്തം കാൽക്കുലേഷൻ 9.4 GHz ആയിരുന്നു എടുത്തിരുന്നത്. നേരത്തെ ഒരു ഫ്രീക്വൻസി എടുത്തായിരുന്നു. പിന്നെ ഇത്ര റീഡിങ് എടുത്തു. ഇത്രയാണ് ചെയ്തേക്കുന്നത്. ഈ ഫ്രീക്വൻസി ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് അതിനകത്ത് ഡിഫ്ലക്ഷൻ നോക്കിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഫ്രീക്വൻസി ഏത് ഫ്രീക്വൻസി വരുമ്പോഴേ അത് അനങ്ങുന്നത് നോക്കിയായിരുന്നു. ഇവിടെ അത് തിരിച്ചിട്ട് ഇതിപ്പോൾ മിനിമം ഇട്ടോ അങ്ങനെ കിട്ടിയ ഫ്രീക്വൻസി ചെയ്ത് മിനിമം മാക്സിമം കിട്ടിയായിരുന്നു. അടുത്ത് കാണേണ്ട VSWR. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ V max by V minimum. ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക. നമുക്കിപ്പോൾ ഇതും എടുക്കാം. V max എന്ന് പറഞ്ഞാൽ 156/51. അങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഒരു 3 പോയിൻ്റ് എന്തെങ്കിലും കിട്ടും. അതാണ് VSWR. പിന്നെ ഈ ഡിസ്റ്റൻസ് എടുത്തായിരുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ഇപ്പോൾ ഏകദേശം 1 കിട്ടും. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അല്ലല്ല ഒരു മിനിമം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് നോക്കണ്ടേ. ഒരു മിനിമം അടുത്ത മിനിമം തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കണം. അപ്പോൾ അത് ഒരു ഏകദേശം 2.3 കൊണ്ട് വരും അല്ലേ. 2.3 വരും. ഇങ്ങനൊരു വേവ് നമ്മൾ എടുക്കണം. ഇതാണ് ഒരു മിനിമം. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ λg/2 ആണ്. ഈ സാധനമാണ് ഇത്. λg/2 ആണ് ഈ 2.3. 2.3 എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ഇതാണ്. λg/2 ആണ് 2.3. λg കാണാൻ ഈ 2 ഇപ്പുറത്ത് വരണം. പിന്നെ 4.6 എന്ന് വരും. അതാണ് λg. അടുത്ത λ0 കാണണം. അതിനൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ C = F λ. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിനാണ് λ C ആണ് കാണേണ്ടത്. λ C കാണേണ്ടത്. ഇതിനകത്തുകൊണ്ട് ലാംഡയുടെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ λ = C/F എന്ന് വരും. C/F. C എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റാണ്. 3 × 10⁸. ഈ F എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. അപ്പോൾ Fന് പകരം ഇതിട്ട് കൊടുക്കണം.
9.4 ജിഗാറ്റ്സ് എന്ന് പറഞ്ഞാൽ 10⁹ ഇത് 8. അങ്ങനെ ഒരു സാധനം കിട്ടും. അതാണ് ഈ ലാംഡ സി എ. അപ്പോൾ ഇവിടെ നമ്മൾ ലാംഡ സിയും കണ്ടുപിടിച്ചു, ഇവിടെ ലാംഡ ജിയും കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ലാംഡ സിയും ലാംഡ ജിയും വെച്ച് നമുക്ക് ലാംഡ 0 കണ്ടുപിടിക്കണം. ലാംഡ 0ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, √(1/λc² പ്ലസ് 1/λg²). ഈ ഇക്വേഷൻ ഇട്ടാലേ ലാംഡ 0 കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ലാംഡ സിയും ലാംഡ ജിയും ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഞാൻ നേരത്തെ 2 കണ്ടുപിടിച്ച് അതിൽ ലാംഡ 0ക്ക് ഒരു ഇത് കിട്ടും, വാല്യൂ കിട്ടും. എന്നിട്ട് ലാംഡ 0ക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്, c/f തന്നെ. എന്നിട്ട് ഇവിടെ നമ്മൾ എഫിന് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവരണം. f=c/λ0. എന്നിട്ട് നമുക്കൊരു എഫ് കിട്ടും. ഇതൊരു വേറെ എഫാണേ, ഇതിലിപ്പോൾ f1 എന്ന് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നത് f0 എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഒരു എഫ് കിട്ടും, ഇതും വേറൊരു എഫാണ്. ഈ 2 എഫ് സെയിം വരുന്നു നോക്കണം. സെയിം വന്നാൽ ഓൾമോസ്റ്റ് എക്സ്പെരിമെൻറ്റ് കറക്റ്റായി, അത്രയേ ഉള്ളൂ.